അതുകൊണ്ട് ദൈവവചനമായിരിക്കുന്ന ബൈബിളിൽ ഇങ്ങനെ ഒരു അപ്പോസ്തലൻ എഴുതിയിരിക്കുന്നു: ഞാൻ നിങ്ങളോട് അറിയിക്കുന്ന സുവിശേഷ പ്രകാരം ദൈവം നിങ്ങളുടെ ഹൃദയത്തിന്റെ രഹസ്യങ്ങളെ ന്യായം വിധിക്കുന്ന നാൾ. അപ്പോൾ നമുക്ക് എല്ലാവർക്കും, അല്ലെങ്കിൽ എന്നെ കേൾക്കുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും രഹസ്യമായിരിക്കുന്ന അനേക പാപങ്ങളില്ലയോ? എനിക്കും ഉണ്ടായിരുന്നു. പക്ഷെ എൻ്റെ പ്രാഗൽഭ്യത്തിൽ എന്താണ്? ഞാൻ മാനസാന്തരപ്പെട്ട് ആ പാപക്ഷമ തരുവാൻ കഴിയുന്നവരിലേക്ക് ചെന്നതുകൊണ്ടാണ് ഞാൻ ഇന്ന് പ്രാഗൽഭ്യത്തോട് സംസാരിക്കുന്നത്. അല്ല, നിങ്ങളെക്കാളും ഒക്കെയും ക്ലേശനായിരുന്ന ഒരു മനുഷ്യനായിരുന്നു ഞാൻ. അപ്പോൾ അങ്ങനെ ഒരു മരിച്ചതിന് ശേഷം ഉയർത്തെഴുന്നേൽപ്പ്, ഇവിടെ പറയുന്ന വചനം ഞാൻ ഒന്നുകൂടെ പറയാം: മരിച്ചവർ ഉയർക്കുന്നില്ല എങ്കിൽ തിന്നുക കുടിക്കുക, നാളെ ചാകുമല്ലോ. അപ്പോൾ മനുഷ്യന് സദാചാര ബോധമില്ലാതെ ജീവിക്കുന്നത് എന്തുകൊണ്ടാണ് അറിയാമോ? ദൈവഭയമില്ല എന്നുള്ളത് കൊണ്ടാണ്. അപ്പോൾ ഇതിനകത്ത് എല്ലാവരും ഉണ്ട്. ഞാൻ പറയാം. അതായത് ദൈവ നിയമത്തിൽ എന്തൊക്കെ എഴുതിയിരിക്കുന്നുവോ അതിന് വിരുദ്ധമായി ചെയ്ത എല്ലാ കാര്യങ്ങൾക്കും നാം മാനസാന്തരപ്പെട്ട് പാപക്ഷമ നേടാതെയാണ് മരിക്കുന്നതെങ്കിൽ എല്ലാത്തിനും കണക്ക് പറഞ്ഞ് അതിനെല്ലാം ശിക്ഷ തരുന്ന ഒരു ദിവസമുണ്ട്. ഓരോ വ്യക്തിക്കും ഒറ്റയ്ക്കൊറ്റയ്ക്ക്.